ഹലോ യൂട്യൂബ്. ഇവിടെ ഉറങ്ങി കിടന്ന് എന്നെ തട്ടി എണീപ്പിച്ചിരിക്കുകയാണ്. കണ്ണൊക്കെ കണ്ടില്ല, ഉറക്കം പോലും ക്ലിയർ ആയിട്ടില്ല. നല്ല വെയിലുണ്ട് പുറത്ത്, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. പിന്നെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നമ്മൾ ഇതൊക്കെ മേടിക്കൂലേ, വെള്ളം, അതേപോലെ ക്യാനിലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഈ കൊക്കക്കോള, അത് ഇത് ബിയർ, അതൊക്കെ മേടിക്കുമ്പോഴേക്കും ഇവർ എക്സ്ട്രാ ഒരു 15 സെൻറ്റ് എടുക്കും, 15 സെൻറ്റ് എടുക്കും. എന്നിട്ട് എന്താണ് നമ്മൾ ഈ ബോട്ടിലും ഇതൊക്കെ തിരിച്ചു കൊടുക്കുമ്പോൾ തിരിച്ചൊരു മെഷീനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലോട്ട് ഇടുമ്പോഴേക്കും നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും. പൈസ ആയിട്ട് തിരിച്ച് കിട്ടത്തില്ല, അവരുടെ ഒരു ഇതുണ്ട്, ഒരു റെസിപ്റ്റ് പോലൊരു സാധനമുണ്ട്, അത് തിരിച്ച് കിട്ടും. അപ്പോൾ നമുക്കത് കടയിൽ കയറി സാധനം മേടിച്ചിട്ട് അത് കാണിച്ചാൽ അതിലുള്ള എമൗണ്ടിനുള്ള മേടിക്കാം. അല്ല ഇപ്പം അത് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു തരുമെന്ന് തോന്നുന്നു, അതറിയത്തില്ല. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഇതുകൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. ഇതിൽ വീഡിയോ ഇല്ല, ആദ്യമേ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാണിച്ചിരുന്നല്ലോ. നമ്മൾ അറിയാത്ത കാര്യം ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഞാൻ കാണിക്കാറുണ്ട്. എന്നാലും ഇവിടുത്തെ പല കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ ശരിയാകത്തില്ല. അതുമല്ല, ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. വെറുതെ എനിക്ക് പണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ആദ്യം ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാത്തത്. അപ്പം ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്, ഞാനൊന്ന് ഷേവ് ചെയ്യാനുള്ള പരിപാടി. ഷേവ് ചെയ്യല്ല, ഫുൾ ട്രിം ചെയ്യാനുള്ള പരിപാടിയാണ്. താടിയൊക്കെ ഒരുമാതിരി വൃത്തികളായി തുടങ്ങി. അപ്പോൾ എന്തായാലും താടിയൊക്കെ ട്രിം ചെയ്യണം. ട്രിം ചെയ്തിട്ട് മൊത്തത്തിൽ ട്രിം ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ ടക്കൻ ഇറങ്ങും. അപ്പോൾ കുറച്ച് ലേറ്റായി, പുള്ളി അവിടെ റെഡിയായി ഇരിപ്പുണ്ട്. ഞാൻ ഇനി ട്രിം ചെയ്ത് കുളിച്ച് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് നേരെ ഞാൻ ഇറങ്ങും. വേറെ ഒന്നും ഇനി കാണിക്കത്തില്ല, നേരെ ഇറങ്ങിയിട്ടുള്ളതായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഈ വെയിൽ വന്നെന്ന് പറഞ്ഞ് തണുപ്പിന് ഒരു കുറവുമില്ല, നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പം എന്തായാലും നമുക്ക് ഇറങ്ങാം. നമ്മളിത് ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല കിട്ടിലൊരു വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു, പക്ഷെ ആ സമയത്തേക്കും ലൈറ്റ്സ് ഒക്കെ പോയി. എന്ന് വെച്ചാൽ ഒരു 3-4 മണി കഴിയുമ്പോഴേക്കും ഈ ഒരു വിൻ്റർ ടൈം ആകുമ്പോൾ ആ ഒരു ഇതങ്ങ് പോകും, ഒരു സൂര്യനങ്ങ് പോവും, വെട്ടമില്ല. പക്ഷെ സമ്മർ ടൈം ആകുമ്പോൾ ഒരു 8 മണി വരെയൊക്കെ ഇവിടെ വെളിച്ചം കാണുമെന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ ഒക്കെ ഇവിടെ നിന്ന്, എന്നുവെച്ചാൽ ഇവിടെ ഈ വഴിയിൽ നിന്ന് മാറ്റി സൈഡിലോട്ടാക്കിയിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ. രാവിലെ തന്നെ ആ പരിപാടി എല്ലാം അവർ സെറ്റ് ചെയ്യും. പോയി വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കാന്ന. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഇവിടെ നമ്മൾ ആ കുപ്പികളും ഇതൊക്കെ ക്യാനും എല്ലാം എടുത്തിടാം. പിന്നെ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ള കുപ്പിയും പാട്ടയും പിറക്കി എല്ലാം കൊടുത്തു, അതിനുള്ള പൈസ അങ്ങ് കിട്ടി. ഇനി ഇതിനകത്ത്, ഇതാണ് കെഫ്ലാൻഡ്, ഇതിനകത്ത് കയറുക, നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുക. ഈ നമ്മുടെ റെസിപ്റ്റ് കിട്ടിയില്ലേ, അരച്ചു കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം എടുക്കാൻ പോണ ഇതിലെന്ത് ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും എടുക്കാനുള്ള പ്ലാനുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ നിന്നാക്കാന്ന്. പിന്നെ തക്കാളിയും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മളത് മേടിച്ചു ഇവിടെ നിന്ന് കഴിക്കാനുള്ള പ്ലാനിലാണ്. പിന്നെ ഞാൻ ഈ റെസിപ്റ്റിൻ്റെ ഇതും പിന്നെ നമ്മൾ അത് കൊടുത്ത കാര്യങ്ങളെല്ലാം കാണിക്കാത്തത്, ഇവിടെ പ്രൈവസിയുടെ കുറേ ഇഷ്യൂ ഉണ്ട്. വെറുതെ ഞാൻ വല്ലതും കാണിച്ചിട്ട് അടുത്ത വല്ല വള്ളി ആവണമെന്ന് വിചാരിച്ചാണ് അതൊന്നും ഞാൻ കാണിക്കാത്തത്. പുള്ളി ഒരു സ്വീറ്റ് സാധനമാണ് കഴിക്കുന്നത്, ഞാൻ കഴിക്കുന്ന ഒരു
പിസ്സ എന്നൊക്കെ പറയാൻ ഒരു സാധനം കുഴപ്പമില്ല. അതിൻ്റെ അത്ര വിലയില്ല. ഇറച്ചിയുള്ളൂ, ബീഫാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിക്കും. അപ്പോൾ ഇത് മേടിച്ചിട്ട് പാളി, വെറും ശോക സാധനമാണ്, ആരും മേടിക്കരുത്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഫുഡ് കഴിച്ചതിന് ശേഷം കടയിലൊക്കെ കയറിയായിരുന്നു. അടുത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തായിരുന്നു. ഒരു ടീഷർട്ടും പിന്നെ എനിക്കല്ല പുള്ളിക്ക് ഒരു ടീഷർട്ടൊക്കെ വാങ്ങി. എന്തായാലും കിടിലം പരിപാടിയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല കിടിലം വ്യൂ ആണ് ആകാശത്തൊക്കെ ഉണ്ടാക്കുക. എന്നുവെച്ചാൽ വെയിൽ വരുന്നതിൻ്റെ ഒരു വൈബാണ്. എപ്പോഴും വെയിലുണ്ടാവാറില്ല, വെയിലുള്ള കിടിലമാണ്. അവന്മാരെ കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കളിക്കുന്നത് ഉപ്പിട്ടോണ്ടാണല്ലേ ആ ഒരു ഇതായിരിക്കുന്നത്. ഞാൻ വിചാരിച്ച അവന്മാര് ക്ലീൻ ചെയ്ത് ഒതുക്കിയൊക്കെ വെച്ചിരുന്നുണ്ട്, ഇതുകൊണ്ട് അത് കണക്ക്. അപ്പോൾ അത് അവിടെ ക്ലീനും ചെയ്താണ്, ഉപ്പ് ഇട്ടുമാണ്. ഫോട്ടോ എടുക്കണ്ടേ? എവിടെ നടക്കും? അപ്പം നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.